ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ICTയിലെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതാണ്. അതായത് ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ബേസ് 60ലെയും ബേസ് 8ലെയും തമ്മിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ അഡീഷൻ, അതായത് ഇത് കൂട്ടുന്നതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടി കഴിഞ്ഞുള്ള ആൻസർ നമുക്ക് കിട്ടുന്നത് ബേസ് 10ലാണ്. ബേസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ നമ്പേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബേസ് 60നെ ബേസ് 8നെ നമ്മൾ സാധാരണ നമ്പേഴ്സിലോട്ട്, അതായത് ബേസ് 10ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിന് രണ്ടും കൂടെ അഡീഷൻ, അതായത് കൂട്ടിയാൽ മതി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബേസ് 60, അതായത് 101 ബേസ് 60ൽ തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. 1 × 60⁻² plus 0 × 60⁻1 plus 1 × 60⁻0 is equal to 256 plus 0 plus 1 is equal to 257 എന്ന് കിട്ടും. അതായത് ബേസ് 60ലുള്ള 101നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ, സാധാരണ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 257. ഇനി നമ്മൾ ബേസ് 8ലുള്ള 110നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 1 × 8⁻² plus 1 × 8⁻1 plus 0 × 8⁻0 എന്ന് കിട്ടും. അതായത് 64 + 8 + 0 = 72 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിൻ്റെ, അതായത് ബേസ് 60ലെ ബേസ് 8ലുള്ള നമ്പേഴ്സിനെ ബേസ് 10ലോട്ട് മാറ്റി കഴിയുമ്പോൾ നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് 257 + 72 എന്ന് കിട്ടും. അതായത് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 329, അതായത് 329. അതായത് ബേസ് 60ലുള്ള 101നെയും ബേസ് 8ലുള്ള 110നെയും കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് സാധാരണ നമ്പർ ബേസ് 10ൽ കിട്ടേണ്ടത് 329. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 429. സോ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.